ഹലോ എവ്രി വൺ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. പുഡിംഗ് എന്ന് പറയുമ്പോൾ റവ കൊണ്ട് ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിൽ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തിട്ടില്ല സിമ്പിളായിട്ടുള്ള പുഡിങ്. ഇതിൽ കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്താൽ ഹെൽത്തിയായി. പിന്നെ എല്ലാവർക്കും ഇപ്പം ഒരു മധുരം കഴിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും കിട്ടുന്ന ഒരു സിമ്പിളായിട്ട് പുഡിങ് വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പം അതും ഹെൽത്തി ആയിട്ടുണ്ടാകുമ്പോൾ അത് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് റവ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാര എടുക്കുന്നത്. ഇപ്പം ഇതൊരു മിനിമം അളവാണ്. അതിപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ 2-3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 മുട്ട ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് നെയ്യും പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് റവ ആയതുകൊണ്ട് ഇത് ലിക്വിഡായിട്ട് ആകെ മുട്ട ഇപ്പം ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിന് പഞ്ചസാര കുറച്ചൊരു മിനിമം ക്വാണ്ടിറ്റിയിൽ ഒരു പഞ്ചസാര ഞാൻ ഇട്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു അത്രയെങ്കിലും ഇടണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാൽ ഒഴിച്ചിട്ട് 3/4 കപ്പ് പാലാണ്, പക്ഷെ ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് യോജിക്കുന്നതാണ്. ഇപ്പം മധുരത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പം കുറച്ച് എനിക്ക് ഒരു ഇങ്ങനത്തെ മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചൊന്ന് മധുരം ഫീൽ ചെയ്യണം. ഞങ്ങൾ കഴിക്കുമ്പോൾ ഒരു നല്ലൊരു മധുരം ടേസ്റ്റ് കിട്ടണമെങ്കിൽ 1 കപ്പിന് നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1 കപ്പ് എടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ അളവ് എന്ന് വെച്ചാൽ മധുരം കുറഞ്ഞിട്ട് ലൈറ്റായിട്ട് സ്വീറ്റ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാർക്കാണ് പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞത് 3/4 കപ്പ് എന്ന്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുറച്ചൊരു 15 മിനിറ്റോളം അങ്ങനെ സെറ്റാക്കി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ടാണ് ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നത്. ഇതിന് ഇപ്പം ഉപ്പും ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർക്കുന്നത്. അത് ചേർത്തിട്ട് പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഞങ്ങൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ആവാനുള്ള ടൈം ആകുമ്പോൾ മാത്രം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. നെയ്യ് പരട്ടിയ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ സ്റ്റൗവിലല്ല ഒഴിക്കുന്നത്, സ്റ്റൗവിൻ്റെ മേലല്ല. ആദ്യം പാത്രം ചൂടാകാണ്ട് തന്നെ ഇത് ആദ്യം ഒഴിച്ചു കൊടുക്കുക. കാരണം മുട്ടയും റവയും വേഗം കട്ടിയാവും. അപ്പോൾ ഇത് നല്ല ലിക്വിഡ് എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അത് പ്രശ്നമില്ല. ചെറിയ സിമ്മിൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുക്കാം. ചെറിയ സിമ്മിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ സിമ്മിൽ വെച്ചിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഒരു ഹാഫ് വേവ് ആകുമ്പോൾ മേലെ ഒരു നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്നാവും. ലിക്വിഡ് ആയാലും കൂടി റവ ആയതുകൊണ്ട് ഇത് കുറച്ച് പെട്ടെന്ന് തന്നെ ആവും. അപ്പം നിങ്ങൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് നോക്കുക ഇത് സെറ്റായിനോ. ഇതെന്ന് പറയുമ്പം നന്ന കട്ടിയാകാതെ നിൽക്കണ്ട. ഒരു സെമി കുക്കാകുമ്പോഴേക്കും അത് നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ റവ കാച്ചിയതൊക്കെ കഴിക്കുന്നില്ലേ, ഏകദേശം ആ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ സോഫ്റ്റായിട്ട് നന്നായി കുക്ക് ചെയ്താൽ പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെല്ലാം വെക്കുമ്പം അത് കുറച്ച് കട്ട പോലെ ആവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇത് ജസ്റ്റ് ചൂടാറി കഴിഞ്ഞാലാണ് ഞാൻ ബോക്സിലാക്കി വെക്കുന്നത്. നിങ്ങൾക്ക് അതും കൂടി ഇതെന്ന് വെച്ചാൽ 2-3 ദിവസമൊക്കെ കഴിക്കാൻ അത് അത്രയൊന്നും എത്തില്ല. അത്രയും ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. പിന്നെ ബോക്സിലാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാം. പുറത്ത് വെക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. മുട്ടയൊക്കെ ചേർത്തതല്ലേ, അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത റെസിപ്പി വരുന്നവരെ ബൈ.